വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മുന്നിലെ കാഴ്ചയിൽ അവന് ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവനും അവളൊരു മോശം സ്ത്രീയായി തെറ്റിദ്ധരിച്ചു പോയിരുന്നു. അവൻ്റെ ഉള്ളിൽ കാശിവില വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് തെളിഞ്ഞതും ഇരുവരും പ്രണയത്തിലാണെന്ന് തന്നെയും വീട്ടുകാരെയും വഞ്ചിക്കുകയാണെന്ന് കരുതി. എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് അവർ കാണാതെ തിരിഞ്ഞു നടക്കാൻ നേരത്താണ് അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് തന്നിലേക്ക് അടുക്കുന്ന സഞ്ജയെ തള്ളി മാറ്റി കവിളിട്ടൊന്ന് പൊട്ടിച്ചത്. എന്റെ ശരീരത്തിൽ തൊട്ട കൊല്ലു നിന്നെ ഞാൻ. നീ ഒന്ന് ഓർത്തോ, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. നിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ട ദിവസം വന്ന അന്ന് ഈ ശരീരത്തിൽ ജീവൻ കാണില്ല. എന്റെ നിസ്സഹായാവസ്ഥ ഒന്നുകൊണ്ട് മാത്രം അന്ന് നീയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അവൾ പുച്ഛത്തോടെ ചിറി കൂട്ടി പറഞ്ഞതും സഞ്ജയ് ദേഷ്യത്തിൽ പല്ലി കടിച്ച് അവളെ നോക്കി. കുറച്ച് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ദക്ഷിണ ഇരുവരും സംസാരിക്കുന്നത് വ്യക്തമായിരുന്നില്ല. നീ കണ്ടോടി, നിന്നെ ഇപ്പൊ കൊണ്ടു നടക്കുന്നവൻ തന്നെ നിന്നെ ചവിട്ടി പുറത്താകും. അതിനുവേണ്ടി നീ സ്വന്തം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവന്റെ കൊച്ചില്ലേ, അതിനെ ഇല്ലാതാക്കാൻ എനിക്ക് അറിയാം. പറഞ്ഞു കഴിഞ്ഞതും അവന്റെ മറുകവളും പതിഞ്ഞിരുന്നു അവളുടെ കൈകൾ. ഒരു നിമിഷം തന്റെ മുന്നിൽ കണ്ണിൽ അഗ്നിയായി നിൽക്കുന്ന കാശിയെ കണ്ട് അവൻ ആദ്യം ഒന്ന് ഭയന്നിരുന്നു. ഏയ്, നീ എന്നെ വീണ്ടും അടിച്ചല്ലേ? അടിക്കല്ല, കൊല്ലും നിന്നെ ഞാൻ. ഇനി ഇതുപോലെ എന്തെങ്കിലും നിന്റെ വായിന്ന് വന്നാ നിന്റെ ആ വൃത്തികെട്ട നാവ് ഞാൻ പിഴുതെടുക്കും. എന്റെ കുഞ്ഞാത്, ഒരിക്കലും എന്റെ കുഞ്ഞിനൊന്ന് തൊടാൻ പോലും നിനക്ക് കഴിയില്ല. എന്നാലും അവനെ ഇല്ലാതാക്കാൻ പോയിട്ട് അത് ചിന്തിക്കാൻ പോലും നീ പാടില്ല. അങ്ങനെ എങ്ങാനും ഉണ്ടായ നിന്നെയും കൊണ്ട് ജയിലിൽ പോകാനും ഈ വൈകാശിക്ക് മടിയില്ല, ഓർത്തോ. ദേഷ്യത്തിൽ അവനോട് അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അവൾ വരുന്നത് കണ്ട് ദക്ഷ അവർ കാണാതെ വേഗം ആദ്യം ഇരുന്നിടത്ത് തന്നെ പോയി ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. ദക്ഷ ഇരിക്കുന്നിടത്ത് എത്തിയതും അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചടുത്തുള്ള ചെയറിൽ നിന്ന് കുഞ്ഞിൻ്റെ അടുത്ത് മടിയിലേക്ക് വെച്ചു. എന്താ ഇത്രയും നേരായത്? അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും അവളൊന്ന് പതറി. അത് പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് അവന് ചിരി വന്നു. കാരണം അവിടെ ആരുമില്ല എന്ന കാര്യം അവനും വ്യക്തമായി ഒന്നായിരുന്നു. ഒപ്പം അവൾ ഒരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിച്ചത് ഓർത്ത് ചെറിയൊരു കുറ്റബോധം തോന്നി. തൻ്റെ ഇതുവരെയുള്ള സ്ത്രീ സങ്കല്പങ്ങളിൽ നിന്ന് നേർവിപരീതമാണ് അവളെന്ന് അവന് മനസ്സിലായിരുന്നു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് ആ സഞ്ജയെ കണ്ടത്. അവൻ ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയിരുന്നു. ഇവനെങ്ങനെ ഇവിടെ ഒന്നൊന്ന് സംശയം തോന്നി. പിന്നെ മനസ്സിലായി ഹർഷേട്ടൻ തന്നെയാകും ഇവനെ വിളിച്ചതെന്ന്. അവൻ്റെ നോട്ടം തന്നിലേക്ക് നീളുമ്പോൾ ശരീരത്തിലെല്ലാം പുഴുവരിക്കുന്ന പോലെയാണ് തോന്നിയത്. ഒച്ച വെച്ചാലും അവിടെയൊന്നും ആരുമില്ലാത്തത് കൊണ്ട് കാര്യമില്ലെന്ന് അറിയാമായിരുന്നു. അവനെ കടന്ന് പോരാൻ നേരത്ത് തന്നെ പിടിച്ച് ചുമരോട് ചേർത്ത് തന്നിലേക്ക് ചേർന്ന് നിൽക്കാൻ നോക്കിയതാണ് അവൻ. അവൻ്റെ മുഖം തന്നിലേക്ക് അടുത്തതും തള്ളി മാറ്റി ദേഷ്യത്തിൽ ആ മുഖത്തൊന്ന് പൊട്ടിച്ചു. പിന്നെ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സകല നിന്നണവും വിട്ട് വീണ്ടും അവൻ്റെ മറുകവളിൽ കൂടി ഒന്ന് കൊടുത്തു. അവനോട് ദേഷ്യത്തിൽ സംസാരിച്ച് അവിടുന്ന് ദക്ഷിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും മുള്ളു നിറയെ അവൻ തന്നെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആദ്യമായിരുന്നു. കാരണം സ്വന്തം കാര്യം സാധിക്കാൻ എന്ത് വൃത്തികെട്ട കളി കളിക്കാനും അവന് ഒരു മടിയില്ലായിരുന്നു. ദക്ഷിന്റെ നെഞ്ചോരം ചേർന്ന് പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോഴാണ് ഇത്തിരിയെങ്കിലും സമാധാനമായത്. ഇത്രയും ആൾക്കാരെയും ഒച്ചപ്പാടും വേളൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു പതുങ്ങിയിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുറ്റും നോക്കി ചിണുങ്ങുന്നുമുണ്ട്. വേഗം തന്നെ സീറ്റിലേക്ക് ഇരുന്ന് കുഞ്ഞിനെ വാങ്ങി മടിയിലേക്ക് ഇരുത്തിയപ്പോഴേക്കും ഇത്ര നേരം ആയതെന്താന്ന് ചോദ്യം വന്നതും ആദ്യം ഒന്ന് പതറിപ്പോയിരുന്നെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ ഒരുവിധം ഒപ്പിച്ച് പിടിച്ചു നിന്നു. താലി കെട്ടാൻ സമയമായതും ഹർഷേട്ടൻ്റെ നോട്ടം തന്നിലേക്ക് വരുന്നത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ പോയില്ല. വാദ്യമേളങ്ങൾ ഉയർന്നതും ഹർഷേട്ടൻ വർഷയുടെ കഴുത്തിൽ താലി ചാർത്തിയിരുന്നു. ഒരിക്കൽ ആ കൈക്കൊണ്ട് ഒരു താലി താൻ ആഗ്രഹിച്ചു പോയിരുന്നുവെങ്കിലും നിറഞ്ഞ പുഞ്ചിരിയോടെ ഹർഷേട്ടൻ്റെ താലി ഏറ്റുവാങ്ങുന്ന വർഷയെ കണ്ടിട്ട് തനിക്കൊരു സങ്കടവും തോന്നിയില്ല. മറിച്ച് ഇത്ര പെട്ടെന്ന് തനിക്കെല്ലാം മറക്കാൻ പറ്റിയതിൽ അത്ഭുതമായിരുന്നു. താലികെട്ട് കഴിഞ്ഞതും പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. അതിനിടയിൽ ദക്ഷ മോനെയും കൊണ്ട് വേദിയിൽ പോയതും അവനെ നോട്ടം കണ്ട് പതിയെ പിറകെ പോയി. അസുരനോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്ന വർഷ പെട്ടെന്ന് തന്നെ കണ്ടതും ഒന്ന് ഞെട്ടിയിരുന്നു. ഹർഷേട്ടൻ്റെ അമ്മയുടെ മുഖഭാവവും അതുപോലെ തന്നെയായിരുന്നു. ഹർഷേട്ടൻ്റെ മുഖത്ത് വരുത്തി തീർത്തൊരു പുഞ്ചിരിയുണ്ട്. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി വരുന്ന കാശിയെ കണ്ടതും ഹർഷന്റെ കണ്ണുകൾ തൻ്റെ അടുത്ത് മേക്കപ്പിൽ കുളിച്ചു നിൽക്കുന്ന വർഷയിൽ പതിഞ്ഞു. ഹർഷന്റെയും വർഷയുടെയും കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മറ്റൊരു വൈകാശിയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവരെ കൂടുതൽ ഞെട്ടിച്ചത് ദക്ഷി തന്നെ അവളെ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോഴായി. ഹർഷനും വർഷയും ആചാര്യ ഗ്രൂപ്പ്സിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഹരിയുടെ നിർബന്ധം കാരണം ഓഫീസിലേക്ക് വരുന്ന ദക്ഷിനെ അവർക്ക് പരിചയമായിരുന്നു. എല്ലാവർക്കും അവൻ തന്നെയാണ് കാശിയെയും കുഞ്ഞിനെയും പരിചയപ്പെടുത്തി കൊടുത്തത്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ചില പിടക്കോഴികൾക്കൊക്കെ നിരാശയും. കാരണം ആർക്കും അറിയില്ലായിരുന്നു ദക്ഷിന്റെ വിവാഹം കഴിഞ്ഞതും ഒരു കുഞ്ഞുണ്ടെന്ന്. നിനക്ക് ആ ഹർഷനെ മുമ്പ് പരിചയമുണ്ടോ? തിരിച്ചു പോകുന്ന യാത്രയിൽ ദക്ഷിന്റെ ചോദ്യം കേട്ടതും ആദ്യം എന്തു പറയണമെന്ന് അറിയാതിരുന്നു.
ഉണ്ട്. എങ്ങനെ? അവന്റെ ചോദ്യം കേട്ടതും ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞു. അന്ന് നീ വന്ന് സഞ്ജയെ കൊണ്ടുപോയില്ല എന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അതെന്താ, അവൻ നിന് ഇഷ്ടമല്ലേ? ഇഷ്ടം? അവൻ എന്നോടല്ല, എൻ്റെ ശരീരത്തിനോടാണ് ഇഷ്ടം. പിന്നെ നീ എന്തിനാ അവനായിട്ടുള്ള വിവാദനം സമ്മതിച്ചത്? എൻ്റെ ഗതികേട് കൊണ്ട് അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒപ്പം അമ്മൂനെയും വിച്ചുവിനെയൊക്കെ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ തനിക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അതും പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. ആ കല്യാണം മുടങ്ങിയില്ലായിരുന്നുവെങ്കിലുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ ഇന്നുമുള്ളൊരു വിറയിലാണ്. ഈ സമയം ദക്ഷിയും അവൾ പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു. അവൾ അനുഭവിച്ചതൊക്കെ ആലോചിച്ചപ്പോൾ അവൾക്ക് പാവം തോന്നി. അതെ, നിനക്കെന്നെ ഒരിക്കലും ഭാര്യയെ അംഗീകരിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ആ എന്തേ? അവളുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ദക്ഷ സംശയത്തോട് ചോദിച്ചു. ആ സ്ഥിതിക്ക് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? എന്തിന്? ചുമ്മാ വെറുതെ. നീയൊന്ന് പോയടി, നിന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാനല്ല. ഓ വേണ്ടേ വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴും ആ തേപ്പുപെട്ടിയെ ഓർത്ത് നടക്കാൻ നിനക്ക് നാണല്ലേ? വൈക പറഞ്ഞത് കേട്ട് അസുരൻ രൂക്ഷമായി നോക്കുകയില്ലാതെ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞൻ കാറ് കയറിയപ്പോൾ തന്നെ ഉറങ്ങിയിരുന്നു. നിനക്ക് ആ ഹർഷന് ഇഷ്ടമായിരുന്നു? പെട്ടെന്ന് ദക്ഷിന്റെ ചോദ്യം കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. ഇഷ്ടമായെന്നും ചോദിച്ചായിരുന്നു, പക്ഷേ ഒരിക്കലും അത് പ്രകടിപ്പിച്ചില്ലായിരുന്നു. അവളുടെ മറുപടി കേട്ടപ്പോൾ ദക്ഷിണെന്തോ വല്ലായ്മ തോന്നി. അപ്പോ ഇപ്പോഴും ഇഷ്ടമുണ്ടോ? ഇല്ല, ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റാത്ത തെറ്റാ ഹർഷേട്ടൻ ആ സഞ്ജയും കൂട്ടിപ്പിടിച്ച് എന്നോട് ചെയ്തത്. അതോടുകൂടി ആ ഇഷ്ടമൊക്കെ പോയിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് ദക്ഷിണ എന്തെന്നില്ലാത്ത കുഞ്ഞു സന്തോഷം നൽകി. അല്ല, നീ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ നിന്റെ ആരുമല്ലല്ലോ. ചെറിയ കോട്ടി കറി വെച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടവന്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. വീട്ടിലെത്തുമ്പോൾ കാണുന്നത് പോകാൻ റെഡിയായി ബാഗ് കൊണ്ടുവരുന്ന പാച്ചുവിനെയാണ്. ആ നിങ്ങൾ വന്നോ? ഞാൻ ഗതിനി നിങ്ങളെ കാണുന്ന പോകേണ്ടി വരുമോന്ന്. അതും പറഞ്ഞ് പാച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് കാശിയുടെ കയ്യിൽ നിന്നും കുഞ്ഞനെ വാങ്ങിയെടുത്തു. ചെറിയച്ഛൻ്റെ കുഞ്ഞാ, മതിയടാ ഉറങ്ങി, ബാക്കി രാത്രിങ്ങാം. ചെറിയച്ഛൻ പോവടാ കുഞ്ഞാ. പാച്ചെടുത്ത് ഉമ്മ വച്ചതും മുറക്കം മുറഞ്ഞ് ദേഷ്യത്തിൽ ആളാദ്യം കരഞ്ഞുവെങ്കിലും പിന്നെ റെഡിയായി വന്ന പാചകനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചിണുക്കൊക്കെ നിർത്തിയിരുന്നു. നീ ഇപ്പൊ തന്നെ ഇറങ്ങാണോ? അതെ എടതി, ഇനി നിന്ന പായിക്കും. അല്ല, എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? ഏടത്തിയെ കണ്ടപ്പോൾ ഏടത്തിയുടെ ഹർഷേടൻ ഞെട്ടിയോ? പോടാ, അതെന്റെ ഹർഷേടനൊന്നും അല്ല. നീ ഇറങ്ങാറായോ? എങ്ങനെയാ പോകുന്നേ? പാച്ചി എന്തോ പറയാൻ വന്നെന്ന് പെട്ടെന്നാണെന്ന് ചോദിച്ച് ദക്ഷ അങ്ങോട്ട് വന്നത്. ആ ഇറങ്ങാറായി അച്ചോട്ടാ, ബസ്സിലാ പോകുന്നത്. 3:30 ബസ്സുണ്ട്. എന്നാ വൈകിക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. ഇപ്പൊ തന്നെ ഇറങ്ങിയാലേ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കൃത്യസമയത്ത് സ്റ്റാൻഡിലെത്തും. ആ ചേട്ടനിപ്പോൾ വന്നിട്ടല്ലോ, ഞാനൊരു ടാക്സി പിടിച്ച് പൊക്കോളാം. വന്ന് കയറാൻ നോക്കടാ. ശരിയേട്ടാ. എടതി കുഞ്ഞാ, ഞാൻ പോവാണേ. എക്സാം കഴിഞ്ഞിട്ട് വേഗം വരാട്ടോ. അതും പറഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ തന്ന് പോയപ്പോൾ സങ്കടം തോന്നി. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. എപ്പോഴും എന്തിനും ഏട്ടതി എന്ന് വിളിച്ച് കൂടെ കാണുന്നത് കൊണ്ട് സമയം പോകുന്നത് അറിയില്ല. അമ്മക്കും അച്ഛനൊക്കെ അവൻ പോകുന്ന വിഷമുണ്ട്. കാറ് കയറ്റി കടന്നു കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു. അവനെ കൊണ്ടുപോകാത്ത സങ്കടമാണ്. എന്നും രാവിലെ ദക്ഷ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും അച്ഛൻ ഓഫീസിൽ ഇറങ്ങുമ്പോഴൊക്കെ ഈ കരച്ചിൽ പതിവാണ്. ആൾക്കിപ്പോൾ വണ്ടി കയറി പോകാൻ നല്ല ഇഷ്ടമാണ്. അമ്മയോടും അച്ഛനോടൊക്കെ കല്യാണ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫ്രഷാകാൻ കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പാച്ച് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് സൈൻ ബ്രേക്ക് ആയതുകൊണ്ട് ആള് മറ്റന്നാൾ ലാൻഡ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എന്തിലേക്ക് പിടിച്ചു നിൽക്കാനും പതിയെ ഒറ്റടി വെക്കാനൊക്കെ നോക്കും. ഒറ്റടി വെച്ച് നടക്കുന്നതിനിടയിൽ പതിയെ വീണ് ആരെങ്കിലും കണ്ട അവിടെ കിടന്ന് വലിയ വായിൽ കരയും. ആരും കണ്ടില്ലെങ്കിൽ മുട്ടിലെറിഞ്ഞു വരും. കുഞ്ഞിക്കൈ എത്തുന്നിടത്തൊന്നും എന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് കുസൃതിയും വികൃതിയും കുറുമ്പൊക്കെയാണ്. ഒരു സ്ഥലത്ത് ഇരുത്തിയാലോ കിടത്തിയാലോ അവളെ കാണില്ല. കണ്ണും തെറ്റിയ എവിടെയും എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും. ഭക്ഷണം കഴിപ്പിക്കാനാണ് ഏറ്റവും പ്രയാസം. ഇപ്പൊ കുറച്ചെങ്കിലും കളിക്കണമെങ്കിൽ വീടിന് ചുറ്റും നടക്കണം. ചില നേരത്ത് വാശി പിടിച്ചാൽ ആസുരന്റെ സ്വഭാവം തന്നെയാണ്. അമ്മന് വില്ലിനടക്കില്ല. അമ്മയുടെ അമ്പൂട്ട എന്ന വിളി ആൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ വിളി കേട്ടാൽ ശബ്ദം ഉണ്ടാക്കി ഇളകിച്ചിരിക്കും. എത്രയൊക്കെ ആയാലും തൻ്റെ മുഖമോ ശബ്ദമോ ഒന്ന് മാറിയാൽ ആൾക്ക് മനസ്സിലാകും. അച്ഛനും അമ്മയും ഇന്ന് രാവിലെ ബാംഗ്ലൂരിലേക്ക് പോയി. ബിസിനസ് ആവശ്യത്തിന് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയെ പിരിഞ്ഞേക്കാൻ പറ്റാത്തത് കൊണ്ട് എപ്പോഴും കൂടെ കൊണ്ടുപോകും എന്നാണ് ദക്ഷ പറഞ്ഞത്. അവരിനി ഏതായാലും ഈ വീക്ക് ലാസ്റ്റാണ് വരിക. രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. താഴത്തെ ലൈറ്റ് എല്ലാം അടച്ച് കുഞ്ഞിൻ്റെ ഫീഡ് ബോട്ടിലും എടുത്ത് മുകളിലേക്ക് പോയി. റൂമിലെത്തുമ്പോൾ അച്ഛനും മോനും ബെഡിൽ ഫോണും നോക്കി ഇരിപ്പാണ്. അവനോട് കുഞ്ഞിനെ ഫോൺ കാണിച്ചു കൊടുക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല.
പിന്നെ ആൾ അടങ്ങിയിരിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വേണം. അമ്പൂട്ടാ. തന്നെ വിളി കേടുന്ന മാള് താലി ഉയർത്തി നോക്കി. പിന്നെയും അതിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. അമ്പൂട്ടാ വാ, പാല് കുടിച്ച് ചാച്ചിറങ്ങണ്ടേ, വന്നേ. താൻ പറഞ്ഞത് കേട്ടിട്ടും അമ്പൂട്ടൻ വരാത്തത് കണ്ട് ദക്ഷിപ്പ് എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ തന്നെ നോക്കി പരിഹാസിച്ചിരി ചിരിച്ചതും താനും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അമ്മയുടെ മുത്തിങ് വന്നേ, നമുക്ക് വണ്ടിയിൽ ടാറ്റ പോണ്ടേ. താൻ കൈകാട്ടി വിളിച്ചതും പതിയെ തൻ്റെ അടുത്തേക്ക് മുട്ടുകാലിൽ ഇഴഞ്ഞു വരുന്നത് കണ്ടതും ദക്ഷിണ നോക്കി ഇപ്പം എങ്ങനെയാണെന്ന രീതിയിൽ നോക്കി. തൻ്റെ നോട്ടം കണ്ടതും അവൻ പൂച്ചത്തോടെ ചിറി കൂട്ടി. അച്ഛയുടെ കുഞ്ഞാ ഇങ്ങുവാ, എതിരെ നോക്കിയേ, അമ്മണ്ട്. പെട്ടെന്ന് ദക്ഷി വിളിച്ചതും കുഞ്ഞിച്ചക്കൻ ബെഡിലിരുന്ന് രണ്ടുപേരെയും മാറി മാറി നോക്കി. പിന്നെ അവൻ്റെ അടുത്തേക്ക് പോയി. അത് കണ്ടത് തന്നെ മുഖം പാടി. ഉള്ളിൽ ചെറുതായി വേദന തോന്നിയിരുന്നു. തന്നെ വിജയച്ചിരിയോടെ നോക്കുന്ന ദക്ഷിന്റെ മുഖം പാട അവഗണിച്ച് ചിരിച്ചു മയക്കാൻ നോക്കുന്ന അമ്പൂട്ടനെ നോക്കി ചുണ്ട് വിളുത്തി നോക്കി ബെഡിന്റെ അരികിൽ പോയി കണ്ണടച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ ഞാൻ തന്നെ വേണ്ടി വരും. മിണ്ടില്ല ഞാൻ. ഇപ്പം എന്നെ വേണ്ടല്ലോ. ഇവന് നാണല്ലേ ഇപ്പോഴും കാർട്ടൂണും കണ്ടിരിക്കാൻ. കുഞ്ഞിനെ കേടുവരുത്തുന്നത് ഇവൻ ഒരൊറ്റ ആളാ. ഈ പൊട്ടിനൊക്കെ ഏത് പൊട്ടനാണ് അവൻ പോലീസിലെടുത്തത്. വെറുതെ കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞതും അടുത്തേക്ക് വരുന്ന കാൽത്താളത്തിന്റെ കിലുക്കം കേട്ടെങ്കിലും കണ്ണടച്ച് കിടന്നു. എത്രയൊക്കെയായാലും ഉറങ്ങാൻ താൻ തന്നെ വേണം. അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഉറപ്പായിരുന്നു. കുഞ്ഞിക്കൈകൾ കൊണ്ട് മൂക്കുത്തിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങിയിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അമ്പൂട്ടനെയാണ്. താൻ കണ്ണു തുറന്ന് കണ്ടിട്ട് ചിരിച്ചും മയക്കാൻ നോക്കുന്നുണ്ട് കുറുമ്പ്. എന്താ പോക്കോ, എന്നോട് മിണ്ടാൻ പാരണ്ട. നിനക്ക് എന്നെ വേണ്ടല്ലോ. നിന്റെ അച്ഛയോട് പറ ഉറക്കിത്തരാൻ, ഞാൻ കൂട്ടുകെട്ടി. അതും പറഞ്ഞ് കണ്ണടച്ച് കിടന്നു. ആ കുഞ്ഞിക്കൈകൾ തൻ്റെ മുഖത്തൂടെ തഴുകി പല ശബ്ദങ്ങളുണ്ടാക്കി വിളിക്കാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് മുഖത്ത് കടിക്കുകയും മുമ്പ് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുസൃതിയോടെ കണ്ണുകൾ അടച്ച് തന്നെ കിടന്നു. പെട്ടെന്നാണ് ആ കവളിൽ കുഞ്ഞിക്കൈകൾ കൊണ്ട് ശക്തിയിൽ പ്രഹരമേറ്റത്. പക്ഷെ അതിലേറെ തന്നെ അമ്പരപ്പെടുത്തിയത് തൻ്റെ കുഞ്ഞൻ്റെ അമ്മ എന്നുള്ള വിളിയായിരുന്നു. ഇത്തവണ ആയപ്പോഴേക്കും ആ കുഞ്ഞു സ്വരം വിടറി തുടങ്ങിയിരുന്നു. ഞെട്ടലിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ നോക്കി ചിണുങ്ങാൻ നിൽക്കുന്ന അമ്പൂട്ടനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തിരുന്നു. അങ്ങനെ ആദ്യമായി അമ്മയില്ലാത്ത വൈകാശിയെ അവൻ അമ്മ എന്ന് വിളിച്ചു. ഇനി അവളാണ് അവൻ്റെ അമ്മ, അമ്പൂട്ടൻ്റെ അമ്മ വൈകാശി. ആരെങ്കിലും തിരഞ്ഞു വരുമോ എന്നറിയില്ല. വന്നാൽ അവനെ വിട്ടുകൊടുക്കാൻ വൈകാശിക്ക് കഴിയും. കാത്തിരുന്ന് കാണാം.